മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണക്കാർക്ക് നൽകാനുള്ളത് 593 കോടി രൂപ. മരുന്നുകളുടെ സംഭരണത്തിനായി വിതരണക്കാർക്ക് 324.16 കോടി രൂപയാണ് നൽകാനുള്ളത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കാണ് മറുപടി. സാമ്പത്തിക ദുർബലാവസ്ഥയെക്കുറിച്ചുള്ള ഈ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, പേടിപ്പെടുത്തുന്ന ഒരു കണക്കാണ്. ഈ സ്ഥാപനം കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അങ്ങേയറ്റം വീഴ്ച വരുമെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ട് സർക്കാർ എത്രയും വേഗം ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ സാമ്പത്തികാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഈ വിവരാവകാശ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത് വിനീത? വേണു, പ്രധാനമായും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണക്കാർക്ക് നൽകാനുള്ളത് 593.11 കോടി രൂപയാണ്. ഇതിൽ ഈ മരുന്നുകളുടെ സംഭരണത്തിനുള്ള വിതരണക്കാർക്ക് ഏതാണ്ട് 324 കോടി രൂപയോളം നൽകാനുണ്ടെന്നാണ് വിവരാവകാശ കണക്കുകൾ പറയുന്നത്. ഈ CT മെഷീൻ, ഒപ്പം തന്നെ MRI സ്കാൻ എന്നീ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് ഇവർക്കായി നൽകാനുള്ളത് 121 കോടി രൂപയാണെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഓരോ വിതരണക്കാർക്കുമായി 593 കോടി രൂപയിലേറെയാണ് ഈ വിതരണക്കാർക്ക് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നൽകാനുള്ളത്. പക്ഷേ അതേസമയം ഈ സ്ഥാപനത്തിന് കടബാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിന്, വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ഇല്ല എന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മറുപടി നൽകിയിട്ടുണ്ട്. വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്കാണ് ഇങ്ങനെ മറുപടി നൽകിയിരിക്കുന്നത്. 2022-2023 21 കോടി രൂപയുടെ ലാഭമാണ് സ്ഥാപനത്തിനുണ്ടായതെന്നും വ്യക്തമാക്കുന്നുണ്ട്. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.